ഭക്ഷണമില്ലാതെ 10 വർഷം ജീവിക്കുന്ന ജീവിയുള്ള രാജ്യം. ലോകത്തിലെ ഒരേ ഒരു ഗുഹ പോസ്റ്റ് ഓഫീസ് ഉള്ള രാജ്യം. 40 ലക്ഷം വർഷം കൊണ്ട് രൂപം കൊണ്ട ഗുഹയുള്ള രാജ്യം. പ്രകൃതി തന്നെ ശില്പിയായ രാജ്യം. കോടിക്കണക്കിന് ശില്പങ്ങൾ പ്രകൃതി നിർമ്മിച്ച് സമ്മാനിച്ച രാജ്യം. അതെ, നമ്മൾ ഇന്നുള്ളത് സ്ലൊവേനിയയിലാണ്. ഈ വിശേഷണങ്ങളൊക്കെയുള്ള പോസ്റ്റോയ്ന കേവാണ്, പോസ്റ്റോയ്ന ഗുഹയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രകൃതി നിർമ്മിച്ച ഗുഹയിലേക്ക് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ യാത്രയാണ്. മനുഷ്യർ നിർമ്മിച്ച ഗുഹയിൽ താമസിച്ചിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷേ പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്ത ഗുഹ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗം നമ്മുടെ പോസ്റ്റോയ്ന ഗുഹയുടെ മുൻവാതിലിലേക്ക് പോകുന്ന റോഡാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അതിമനോഹരമാണ്. സ്ലൊവേനിയയും അതുപോലെ സുന്ദരിയാണ്. ഇത് ഞാനാണ് പോസ്റ്റോയ്ന കേവിന് ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഫൈസലൊക്കെ പറഞ്ഞപ്പോൾ ജാക്കറ്റൊക്കെ ശരിയാക്കി നിന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്നവരെല്ലാവരും പോസ്റ്റോയ്ന ഗുഹയിൽ കയറാൻ നിൽക്കണം. അതാണ് മെയിൻ വാതിൽ, ഗുഹയുടെ മുൻവശം. കണ്ടോ, ഇതാണ് വാതിൽ. ഇതുവഴി നമ്മൾ ഓരോ ആളുകളെ അകത്ത് കയറ്റിവിടും. അപ്പം നമ്മുടെ ഗ്രൂപ്പിനെ നമ്മൾ 42 പേരെ കയറ്റിവിട്ടു. ആ സമയത്ത് ഇവിടെ കണ്ട പോസ്റ്റോയ്ന, അത് എഴുതുന്നത് POSTOJNA എന്നാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ പോസ്റ്റോജന എന്ന് പ്രൊണൗൺസ് ചെയ്യും, അങ്ങനെയല്ല പോസ്റ്റോയ്ന എന്നാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഗുഹയിലൂടെ സഞ്ചരിക്കാനുള്ള ട്രെയിനാണ്. 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനാണിത്. ഇതിൽ 2 ട്രെയിനുകളുണ്ട്. അതിൽ ഒരു ട്രെയിനിൽ നമ്മൾ കയറിയിരുന്നു. ഈ ഒരു ഗുഹയിലൂടെയുള്ള ട്രെയിൻ യാത്രയിൽ നമ്മൾ തുടക്കത്തിൽ കുറച്ച് ഭാഗം, ഈ കാണുന്ന ഭാഗമൊക്കെ സിമെന്റാൽ തേച്ചൊരു ഭാഗമായിട്ട് നമുക്ക് മുകൾ വശം നോക്കിയാൽ കാണാൻ പറ്റും. ഇത് പല ഗുഹകളാണ്, ഒരു ഗുഹയല്ല, പല ഗുഹകളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ചെറിയ ഭാഗങ്ങൾ വെച്ചിട്ടാണ്. ഇതൊക്കെ പ്രകൃതി നിർമ്മിച്ചതാണ്. കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ തലമുട്ടാതിരിക്കാനും 2 ഗുഹകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ കുറച്ച് ഭാഗം, തുടക്കം മാത്രം കുറച്ച് ഭാഗങ്ങളും അതുപോലെ എൻഡിൽ ഇറങ്ങുന്ന കുറച്ച് ഭാഗങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കുറേ ദൂരം വന്നതിന് ശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളെ നിർത്തിയതിന് ശേഷം നമ്മളെ നടത്തും. ഈ ഒരു ഗുഹയുടെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 24 കിലോമീറ്റർ ആണ്. അതിൽ 5.5 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് യാത്ര ചെയ്യാനും നമുക്ക് കാണാനും അനുവാദമുള്ളൂ. ബാക്കിയുള്ള ഭാഗം നമ്മൾ കാണുന്നില്ല. ഇതിൽ ഒരു പോയിന്റ് വരെ നമ്മൾ കുറച്ച് നേരം മാത്രമേ ട്രെയിനിലുള്ളൂ. ട്രെയിനിൽ നമ്മൾ ഒരു പോയിന്റിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നടക്കണം. ഇതാണ് മനോഹരമായിട്ടുള്ള പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന ഗുഹ. കണ്ടാൽ അസാധ്യമെന്ന് തോന്നുന്നതും അതുപോലെ തന്നെ ലോകത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു അത്ഭുതമുണ്ടോ എന്ന് തോന്നിപ്പോയൊരു നിമിഷമാണ്. എനിക്കിതിൽ ഓരോന്നിലും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാർബിളിൽ മിനുക്കിയെടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് പ്രകൃതി, ഞാൻ പറയില്ല, പ്രകൃതി നിർമ്മിച്ചതാണ്. ഇതൊന്നും മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതല്ല ഈ ഒരു കാണുന്ന ഒന്നും. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം, ഞാനിത് വലിയ കൗതുകത്തോടെയാണ് ഇതിൽ ഓരോന്നും കണ്ടത്. എത്ര സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തതെന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. കാരണം അത്രത്തോളം ഭംഗിയിൽ ഇത് കണ്ടു നമ്മൾ രസിച്ചു പോയി. വെണ്ണക്കൽ പ്രതിമ, അല്ലെ വെണ്ണക്കല്ല് കൊണ്ടുണ്ടാക്കിയ ശില്പങ്ങൾ എന്നൊക്കെ നമ്മൾ ഭംഗിക്ക് പറയുമല്ലോ, അതുപോലെ തന്നെ നമുക്ക് തോന്നും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന സൗന്ദര്യം ഒരിക്കലും ക്യാമറയിലൂടെ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതല്ല ഇതിൻ്റെ ഭംഗി, നേരിൽ കാണുന്നതാണ് ഇതിൻ്റെ സൗന്ദര്യം. ഞാൻ നേരിൽ കണ്ടതിൻ്റെ 100% സൗന്ദര്യം ക്യാമറയിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം. ഓരോന്നിലും ടച്ച് ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഗുഹയ്ക്കകത്ത് നല്ലൊരു തണുപ്പാണ്, ചെറിയൊരു നനവും ഫീൽ ചെയ്യും. നമുക്ക് നടക്കുമ്പോഴാണെങ്കിലും ചെറിയൊരു നനവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭിത്തികളിലും ഈ ഒരു ഗുഹാമുഖങ്ങളിലുമൊക്കെ, അല്ലെ ഗുഹകളിൽ കയറുന്ന ഭാഗങ്ങളിലെല്ലാം നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഞാൻ ഓരോന്നിലും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്താൽ, തൊട്ടടുത്തുകൂടി പോയതിനകത്ത് ടച്ച് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ പറ്റുന്നതിൽ മാത്രം ടച്ച് ചെയ്തു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഈ മുകളിൽ കൂർത്തിരിക്കുന്നത് കണ്ടില്ലേ? ആ കൂർത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറിയും, അതായത് മൂർച്ചയേറിയത് തന്നെയാണ്. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ അവരൊരു ഇൻസ്ട്രക്ഷൻ തരും. അതായത് നമ്മൾ ആ ട്രെയിനിൽ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല കുറച്ച് നിവർത്തി നമ്മൾ ഇരിക്കാൻ ശ്രമിച്ചാലും തല പോയി മോളിൽ ചെന്ന് തട്ടും. അത് കാരണമായിട്ട് ആരും എഴുന്നേക്കാൻ പാടില്ല അതിൽ. അപ്പം ഞാനൊക്കെ ഇരുന്നപ്പോൾ ചില ഭാഗങ്ങളിൽ ചെല്ലുന്ന സമയത്ത് തല ഇടിക്കുമോ എന്നുള്ള ഭയത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തല ഇടിക്കില്ല. നമുക്കിരിക്കുന്നവർക്ക് ഇരുന്ന് കറക്റ്റായിട്ട് പോകാം. നിവർന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചാൽ തല ഇടിക്കും. അത് അവർ തുടക്കത്തിലേ തന്നെ പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ ഒരു പോസ്റ്റോയ്ന കേവ് ഭൂനിരപ്പിൽ നിന്നും 115 മീറ്റർ താഴ്ചയിലാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24 കിലോമീറ്ററാണ്. 1818 ഓസ്ട്രിയൻ രാജാവായ ഫ്രാൻസിസ് ഒന്നാമന് സന്ദർശിക്കാനായിട്ട് ഒരുക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്തളങ്ങൾ ഔദ്യോഗികമായി കണ്ടെത്തിയത്. ആദ്യമായിട്ട് ഈ ഗുഹയിലൂടെ ട്രെയിൻ പോകുന്നത് 1872
ഇത് ഇലക്ട്രിക് ട്രെയിൻ ആക്കിയത് 1960-ലാണ്. ഈ ഒരു ഗുഹ ചുണ്ണാമ്പ് മലയുടെ ഉള്ളിലായിട്ടാണ് ഉള്ളത്. 40 ലക്ഷം വർഷങ്ങൾ കൊണ്ട് ചുണ്ണാമ്പ് പാറയിൽ കൂടിയുള്ള നീരൊഴുക്കിനാൽ രൂപപ്പെട്ടതാണ് ഈ ഗുഹകൾ. അതുപോലെ തന്നെ ഇവിടുത്തെ ശില്പങ്ങളൊന്നും എണ്ണിയാൽ തീരത്തില്ല. കോടിക്കണക്കിന് ശില്പങ്ങളാണ് പ്രകൃതി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണിയാൽ തീരാത്തത്ര ഇവിടെ ശില്പങ്ങളുണ്ട്. ഈ ഗുഹയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തത് എൻ്റെ ഉമ്മയാണ്. കുട്ടിക്കാലത്ത് ഞാൻ ഉറങ്ങാൻ സമയമാകുമ്പോൾ ഒരുപാട് കഥകൾ ഉമ്മ പറഞ്ഞു തരുമായിരുന്നു. ആ കഥകളിൽ രാക്ഷസ കോട്ടകളുണ്ടായിരുന്നു, രാക്ഷസ ഗുഹകളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗുഹ കഥകളും അല്ലെങ്കിൽ കോട്ട ഉള്ള കഥകളും രാക്ഷസന്മാരെ കുറിച്ചുള്ള കഥകളൊക്കെ ഉമ്മ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എൻ്റെ സങ്കല്പത്തിലുള്ള ഗുഹയുണ്ട്. രാക്ഷസൻ ഇറങ്ങി വരുന്നൊരു ഗുഹ, വലിയ പാറകളാൽ നിർമ്മിച്ചൊരു ഗുഹ, ഇതൊക്കെയായിരുന്നു എൻ്റെ സങ്കല്പത്തിലുള്ള ഗുഹ. അപ്പോൾ ഞാൻ ഒരുപാട് ഓർത്തത് ഈ ഗുഹ കണ്ടപ്പോൾ ഉമ്മ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എവിടേക്കോ എൻ്റെ മനസ്സിലൂടെ ഉമ്മ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ ജീവിതത്തിൽ അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയ കുറച്ച് കഥകളുണ്ടല്ലോ, അതെനിക്ക് ഈ ഒരു ഗുഹയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഓർമ്മ വന്നു. ഉമ്മയെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ചിലപ്പോൾ വാക്കുകൾ നഷ്ടപ്പെടും, സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റോയന കേവിലേക്ക് തന്നെ വരാം. ഇനി പോസ്റ്റോയന കേവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 വർഷം ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന ജീവി, ഇതാണ് ആ ജീവി. ഇതിന് നമുക്ക് നമ്മുടെ ക്യാമറയിലൂടെ വീഡിയോ എടുക്കാൻ അവിടെ സമ്മതിച്ചില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്തേക്കാണ്. അവിടെ സമ്മതിക്കത്തില്ല, വീഡിയോ ഫോട്ടോ ഒന്നും അനുവദിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ഓം എന്നാണ്. OLM, എല്ല് സൈലൻ്റ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഷ് എന്നും അറിയപ്പെടും. ഇതിൻ്റെ ആയുസ് 100 വർഷമാണ്. പോസ്റ്റോയന കേവിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിക്കാറായി. അവസാനിക്കുന്ന ടൈമിലാണ് നമ്മുടെ ഈ ഒരു ഓം അല്ലെങ്കിൽ ഹ്യൂമൻ ഫിഷിനെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോസ്റ്റോയന കേവ് അവസാനിക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ട്രെയിനിലേക്കുള്ള വഴിയിലേക്കാണ്, ട്രെയിനിന് പ്ലാറ്റ്ഫോമിലേക്കാണ്. തുടക്കത്തിൽ നമ്മൾ വേറൊരു വഴി കൂടെയാണ് കയറ്റി വിടുന്നത്, ഇറങ്ങി പോകുന്നത്. അതായത് നമ്മുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഇറങ്ങി പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. അതാണ് ഇത് ഗുഹയ്ക്കകമാണ്. ഇവിടെ ഒരു ചെറിയ നനവുണ്ട്, നല്ല തണുപ്പുമാണ് ഇതിനകത്ത്. ഞാൻ ജാക്കറ്റ് ഇട്ടാണ് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു തണുപ്പുണ്ടല്ലോ, അത് ഒരുപാട് തണുപ്പായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇറങ്ങുന്ന ഭാഗത്തുള്ള ശില്പങ്ങൾ മറ്റേ മാർബിൾ കൊത്തിവെച്ചതുപോലെ തോന്നി. അതൊക്കെ വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ നമുക്ക് തോന്നിയിട്ടാണ് വീഡിയോ എടുത്തത്. അതിനുശേഷം നമ്മളിനി വെയിറ്റ് ചെയ്യുന്നൊരു ഏരിയയിലേക്ക്, നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഒരു ഗൈഡ് ഉണ്ടാവും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ. ഓരോ ശില്പത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ. അതിനുശേഷം ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോകളാണ്. ഇത് ഞാനാണ്, എൻ്റെ ഫോട്ടോസാണ്. കുറേയൊക്കെ ഫോട്ടോസ് കിട്ടി. പിന്നെ ഇവിടെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ക്ലിയർ ആയിട്ട് ഫോട്ടോസ് കിട്ടത്തില്ല. അതിനുശേഷം നമ്മൾ ഇറങ്ങാൻ നേരം ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇത് ലോകത്തിലെ ഒരേ ഒരു ഗുഹ പോസ്റ്റ് ഓഫീസാണ്. അത് ലോകത്തിൽ ഒന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലോകത്തിലെ ഒരേ ഒരു ഗുഹ പോസ്റ്റ് ഓഫീസ് ഇതാണ്. ഇതുവഴിയായിരിക്കും ഇവിടെ സോനിയർ ഷോപ്പുണ്ട്. ഈ ഒരു സോനിയർ ഷോപ്പ് കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെയൊക്കെ പിന്നെന്താ ടോയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അതിനുശേഷം നമ്മുടെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം ദാണ്ട് ഇവിടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനകത്ത് സീറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് കയറിപ്പോം, അല്ലെങ്കിൽ അടുത്ത സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊതുവേ അവിടെയൊക്കെ ഉള്ളവർ നമ്മൾ പലപ്പോഴും ക്യൂ നിൽക്കുമ്പോഴൊക്കെ നമ്മൾ മലയാളികൾക്ക് വളരെ മടിയാണ് ക്യൂ നിൽക്കാൻ. അപ്പോൾ അവരിൽ പലരും പറയും നമുക്ക് ക്ഷമയില്ലാത്ത ആളുകളാണെന്ന് പറയുന്നത് പലയിടത്ത് വെച്ച് നമ്മുടെ യൂറോപ്യൻ യാത്രയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ആളുകൾ എത്ര നേരം വേണമെങ്കിലും ക്യൂ നിന്ന് അവരുടെ ഊഴം വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പലർക്കും അങ്ങനെ ഒരു ക്യാരക്ടറില്ല. എല്ലാവർക്കും ഇല്ലെന്നല്ല പറഞ്ഞ്, ചിലർക്കില്ല. അപ്പോൾ ആ ഒരു പലയിടത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ക്ഷമ നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ളത് യാത്ര ചെയ്ത അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അതിനുശേഷം നമുക്കുള്ള ട്രെയിൻ ആ ഒരു ട്രെയിനിൽ തന്നെ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി നമ്മൾ ഇങ്ങ് പോരുന്നു. അതായത് ഈ ഇറങ്ങുന്ന വഴി നമ്മൾ കയറി വന്ന വഴിയല്ല. ഇവിടെയും ഗുഹകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി മനുഷ്യർ നിർമ്മിച്ച മോൾവശം ഉണ്ടല്ലോ, മനുഷ്യർ നിർമ്മിച്ച ഭാഗങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ പോസ്റ്റോയന കേവിലൂടെയുള്ള യാത്ര ഇപ്പോൾ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായതും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതുമായിട്ടുള്ള ഒരു മെമ്മറീസ്, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലമാണ് എനിക്ക് പോസ്റ്റോയന കേവ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇറങ്ങി വന്നതുപോലെ തന്നെ ഇങ്ങോട്ട് വന്ന വഴിയിലൂടെ തന്നെ ഇറങ്ങി നമ്മുടെ ബസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് TTC ട്രാവൽ കമ്പനിയോടൊപ്പമാണ്. യൂറോപ്പിലൂടെയുള്ള മനോഹരമായിട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താല്പര്യമുള്ളവർക്ക്. ഞാൻ യാത്ര ചെയ്ത് ഇവരോടൊപ്പമാണ്. തുടക്കം മുതൽ, അതായത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കയറിയത് മുതൽ ഈ നിമിഷം വരെയുള്ള വീഡിയോകൾ കറക്റ്റായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഐറ്റിനറികൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. ഞാൻ പോയത് TTC ട്രാവൽ കമ്പനിയോടൊപ്പമാണ്. നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.